ഹായ്, ഞാൻ ഡോക്ടർ പ്രസ്നി. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് മൗത്ത് ഫുഡ് ഡിസീസ്, അതായത് തക്കാളിപ്പനി എന്ന് നമ്മൾ പറയപ്പെടുന്ന ഒരു അസുഖത്തെ പറ്റിയാണ്. ഇപ്പോൾ ഇത് കൂടുതലായും കണ്ടുവരുന്നുണ്ട്. അംഗൻവാടി സ്കൂളുകളൊക്കെ ഇപ്പോൾ തുറന്നുവല്ലോ. അപ്പോൾ ആ സമയത്ത് അതിൽ ഓരോരോ കുട്ടികൾക്കും ഈ ഒരു അസുഖം കണ്ടുവരുന്നതാണ്. ഇത് പല മാതാപിതാക്കൾക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അധിക പേരും പരിഭ്രാന്തരാവുന്ന ഒരു അസുഖമാണ്. വളരെ തീവ്രമായ അവസ്ഥയിലേക്ക് പോവില്ലെങ്കിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാലയളവ് തന്നെയാണ്. ഏഴോ എട്ടോ അതിലധികമോ ദിവസം ആണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുട്ടികളിൽ ഉണ്ടാകുന്നത്. ആദ്യ 3 ദിവസങ്ങളിൽ ശക്തമായ പനിയും ആ പനിയുടെ തീവ്രത ഒന്ന് ഇത്തിരി കുറയുമ്പോൾ കുട്ടികളുടെ കൈ കാലുകളിൽ ചെറിയ ചെറിയ ചുവന്ന പാടുകൾ കാണപ്പെടാം. ആ പാടുകൾ ചെറിയ കുമിളകളായിട്ട് ബ്ലിസ്റ്റേഴ്സ് പോലെ മാറുന്ന സമയത്ത് അസഹ്യമായ വേദന കൊണ്ട് കുട്ടി കരയുകയും രാത്രി കാലങ്ങളിൽ കുട്ടിക്ക് ഉറക്കമില്ലാതെ അസ്വസ്ഥത കൊണ്ടും വേദന കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകാവുന്നതാണ്. ഈ സമയങ്ങളിൽ മാതാപിതാക്കന്മാർ പരിഭ്രാന്തരാകാതെ കുട്ടികളെ വളരെയധികം ശ്രദ്ധയോടെ കെയർ ചെയ്യേണ്ടതാണ്. ഇത് വലിയവരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കുറച്ച് മാത്രമാണ്, പക്ഷെ കുട്ടികളിൽ നിന്നും മറ്റു കുട്ടികളിലേക്ക് എളുപ്പം തന്നെ പകരുന്നതാണ്. അതുകൊണ്ട് ഈ കാലയളവിൽ കുട്ടിക്ക് ചെറിയ പനിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരും കുട്ടികളെ സ്കൂളുകളിലേക്കോ അംഗൻവാടികളിലേക്കോ വിടാതിരിക്കുകയും അവിടെയുള്ള ബന്ധപ്പെട്ട ടീച്ചറിനെ ഈ ഒരു വിവരം ധരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഓരോരോ കുട്ടികൾക്കും ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് തീരുമ്പോൾ അടുത്ത കുട്ടികളിലേക്ക് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഇതങ്ങനെ ഒരു അംഗൻവാടിയിലുള്ള മുഴുവൻ കുട്ടികളിലേക്കും വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മളതിനെ ആദ്യം തന്നെ പ്രിവെൻറ്റ് ചെയ്തേ പറ്റും. കുട്ടികളെ വളരെയധികം ക്ഷീണിതയും ആക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് അവർക്ക് വേണ്ട ഗൃഹപരിചരണം വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആശുപത്രിയുടെ ആവശ്യമൊന്നും വരുന്നില്ല, പക്ഷേ മെഡിസിൻസ് കഴിക്കേണ്ടത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാരസെറ്റമോൾ പോലുള്ള മെഡിസിൻസാണ്. ആൻറ്റിബയോട്ടിക് പോലുള്ള അതൊന്നും ഇതിന് വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്നതല്ല. ഇത് വന്നു കഴിഞ്ഞാൽ ആ ഒരു പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതാണ്. അതിൻ്റെ കാഠിന്യം നമുക്ക് കുറക്കാം എന്നല്ലാതെ ഇതിന് കംപ്ലീറ്റായിട്ട് പെട്ടെന്നൊരു ക്യൂർ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമല്ല. ഇത് ചിക്കൻ പോക്സ് പോലെ ചെറിയ കുമിളകളായിട്ട് വന്നിട്ട് അത് പൊട്ടിയിട്ടോ അത് താഴ്ന്നിട്ടോ മാറുന്നത് വരെ കുട്ടികൾക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാകുന്ന വൈറൽ ഡിസീസാണ് മൗത്ത് ഫുഡ് ഡിസീസ്. ഇത് കൂടുതലും കൈയുടെ ഉള്ളം കൈയിലും കാലിൻ്റെ അടിഭാഗത്തും വായ്ക്കുള്ളിലും കാണപ്പെടുന്നു. നമ്മുടെ ഹാർഡ് പാലറ്റിലൊക്കെ റെഡ് കളറിൽ ഡോട്ടായിട്ട് ഇത് കുമിളകൾ പോലെ കുട്ടികൾക്ക് കാണപ്പെടാം. അത് പൊട്ടുമ്പോഴും കുട്ടികൾ ശക്തമായ സാധനങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അത് പൊട്ടാം. അപ്പോൾ വളരെയധികം വേദന കൊണ്ട് കുട്ടികൾ കരയാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ സമയങ്ങളിൽ കുട്ടികൾക്ക് ദ്രവരൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. തണുപ്പുള്ള ആഹാരങ്ങളാണ് കുട്ടിയുടെ ശരീരത്തിനും വളരെ നല്ലത്. ഇതിന് നമ്മൾ സാധാരണ പനികളിലും ജലദോഷത്തിനൊക്കെ തണുപ്പുള്ള ആഹാരം കംപ്ലീറ്റായിട്ട് വർജിക്കണമെന്ന് പറയുന്ന സമയത്ത് ഇതിന് നേരെ തിരിച്ചാണ് പറയുന്നത്. തണുപ്പുള്ള ആഹാരവും എന്തും കുട്ടിക്ക് കൊടുക്കാം. അത് ദ്രവരൂപത്തിലുള്ള ഭക്ഷണങ്ങൾ, ജ്യൂസുകൾ, പഴച്ചാറുകൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ കുട്ടിക്ക് വളരെയധികം ശരീരത്തിന് വേണ്ട എൻസൈംസും പ്രോട്ടീൻസും ലഭിക്കാനും അവരുടെ എല്ലാം നഷ്ടപ്പെടുന്നത് വളരെയധികം കുറക്കാം. ചില കുട്ടികൾക്ക് വിശപ്പില്ലായ്മയും ചില കുട്ടികൾക്ക് നേരെ തിരിച്ച് അമിതമായ വിശപ്പും കാണപ്പെടാറുണ്ട്. അത് വളരെ കുറച്ച് മാത്രമാണ്. വിശപ്പില്ലായ്മയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണം. പക്ഷെ നമ്മൾ ദ്രവരൂപത്തിലുള്ള ഭക്ഷണം അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ കുട്ടികളിൽ നിന്നും അമിതമായ ജലാംശവും ഒക്കെ നഷ്ടപ്പെട്ട് അവർ പെട്ടെന്ന് തന്നെ ക്ഷീണം എന്നൊരവസ്ഥയിലേക്ക് അവരുടെ ബോഡി വീക്കാവുകയോ ചെയ്യാം. അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്തേ പറ്റും. നമ്മൾ കൂടെ വെള്ളം കൊടുക്കുക, കുട്ടികൾക്ക് ആശ്വാസമായ ഭക്ഷണങ്ങളും കൂടെ അത് ജ്യൂസ് രൂപത്തിൽ തന്നെ കൊടുക്കുന്നതാണ് കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് ചില കുട്ടികൾക്ക് ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ചെറിയ എന്തെങ്കിലും ഓയിൻമെൻറ്റ്സുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
വെളിച്ചെണ്ണ പോലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അമിതമായി റബ്ബ് ചെയ്യാതെ ഒന്ന് തടവി കൊടുത്ത് ഒരു ഹോട്ട് വാട്ടറിൽ കുളിക്കുന്നതൊക്കെ ചില കുട്ടികൾക്ക് അതൊരാശ്വാസമായി തീരാം. അത് നമ്മുടെ കുട്ടിയുടെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് ശ്രദ്ധിച്ച് ഓരോ കുട്ടികൾക്കും ചിലപ്പോൾ കുളിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കുളിക്കാതിരിക്കുന്നതായിരിക്കും. അവരുടെ ബോഡി നല്ല ഹീറ്റ് ആയതുകൊണ്ട് നമ്മളതിനെ തണുപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. മാതാപിതാക്കൾ ഈ സമയത്ത് പൂർണ്ണമായും കുട്ടിയുടെ കൂടെ തന്നെ ഇരിക്കാനും കുട്ടിക്ക് വേണ്ട മെൻ്റലി ഉള്ള സ്റ്റെബിലിറ്റി ഒക്കെ കൊടുത്ത് അവർക്കൊന്നുമില്ല അവരെ നല്ല ഒരു ഇതായിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു 1 വീക്ക് പീരീഡ് നമ്മൾ അവർക്ക് വേണ്ടി തന്നെ മാറ്റി നിർത്തി ഈ അസുഖത്തിനെ നമുക്ക് നേരിടാവുന്നതാണ്.